അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ജംഇന്റെ 75ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഖവാദിഹ്, ഇല്ലത്തിലുള്ള മോശങ്ങളായിരുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇതാ പറയുന്നു. മവാനികളെ അഭിപ്രായപ്പെടുന്ന ആളുടെ അടുക്കൽ, മവാനി എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഐഅതബിറുഹ, ഈ മാനിയവുകളെ പരിഗണിക്കുന്ന ആള്. എന്തുകൊണ്ട്? ബിൻ നഫി ബിൽ ഫി ഖദിഹി തഖല്ലുഹി, ഇല്ലത്തിനെയും വിട്ട് ഹുക്കുമ് പിന്തുക എന്നുള്ള മോശത്തരത്തിൽ ഇല്ല എന്നതുകൊണ്ട്, അങ്ങനെ തഖല്ലുഫിൽ മോശത്തരമില്ല എന്ന് നഫി ചെയ്തുകൊണ്ട് മാനിയകള്, ആ തഖല്ലുഫ് ഉണ്ടായത് മവാനിയാണ്, അങ്ങനത്തെ മാനികളെ പരിഗണിക്കുന്ന ആളുടെ അടുക്കൽ. അപ്പോ എപ്പോ ഹത്താ ഇദാ വജിദത്ത് ഔ വാഹിദും മിൻഹ, ഈ മാനികൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടാകുന്ന സമയത്ത് ഹുക്മു തഖല്ലുഫായി. അങ്ങനെ തഖല്ലുഫാവുന്ന ഖദ്ഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ എന്താണ്? ആ തഖല്ലുഫ് മോശമാകൂല എന്ന് ആ വിഷയത്തിൽ നഫി ചെയ്തുകൊണ്ട് മാനിയകളെ, തടസ്സങ്ങളൊക്കെ പരിഗണിക്കുന്ന അവരുടെ അടുക്കൽ. ബയാനുഹ, ആ മാനിയ എന്താണെന്ന് വിശദീകരിക്കണം. അപ്പോ വയസ്സുൽ ജവാബു അലാ റഈഹി, അങ്ങനെ തടസ്സങ്ങളുണ്ടെന്ന് അഭിപ്രായപ്പെടുന്ന ആളുടെ അഭിപ്രായപ്രകാരം മറുപടി ഉണ്ടാവുക. ബി ബയാനിഹ, ഇന്നതൊക്കെയാണ് ഇവിടെ ഉണ്ടായ തടസ്സങ്ങൾ, അതുകൊണ്ടാണ് ഹുക്മ് പിന്തിയതെന്ന് വിശദീകരിക്കൽ കൊണ്ട് മറുപടി ഉണ്ടാവും. അല്ലെങ്കിൽ ഒക്കെ വേണ്ട. ഔ ബയാനി വാഹിദി മിൻഹ, ഇവിടെയുള്ള തടസ്സങ്ങൾ, ഒരു തടസ്സം ഇവിടെ ഉണ്ട്, അത് ഉണ്ടായതുകൊണ്ടാണ് എന്തുണ്ടാകാഞ്ഞത്, ഇവിടെ ഹുക്മ് തഖല്ലുഫായി പോയത് എന്നുള്ള ഒരു രൂപത്തിലുള്ള വിശദീകരണം നടത്തുമ്പോൾ, അത്തരം വിശദീകരണം വരുമ്പോൾ എന്തായി? മറുപടിയാകും. ഇങ്ങനെയാണ് ഇയാൾ വിശദീകരിക്കേണ്ടത്. വലൈസ അലിൽ മുഅ്തരിളി, അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത്തിറാ നടത്തുന്ന ഒരാളുണ്ടാവും. എന്തുകൊണ്ട്? ബി തഖല്ലുഫി, ഹുക്കുമിവിടെ പിന്തിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട്, ഇവിടെ ഇല്ലത്തുണ്ട്, ആ ഇല്ലത്തിൽ ഹുക്കുമ് കാണുന്നില്ല എന്ന് മുസ്തദില്ലിനോട് എതിർക്കുന്ന ആൾക്ക് പറയാം. ആ ആളാണ് മുഅ്തരിദ്, അയാൾക്ക് ഇല്ല ഇവിടെ. അൽ ഇസ്തിദ്ലാലു, ലക്ഷ്യം ചോദിക്കലില്ല. അലാ വുജൂദിൽ ഇല്ലത്തി, ഇല്ലത്ത് ഉണ്ട് എന്നതിന്റെ മേലിൽ ലക്ഷ്യം ചോദിക്കൽ ഇല്ല. ഫീമ ഇത്തറള ബിഹി, അദ്ദേഹം ഇത്രാ നടത്തിയതായ ഒരു കാര്യത്തിൽ. അപ്പൊ അദ്ദേഹം ഇവിടെ ഇത്രാ നടത്തി. അങ്ങനെ ഇത്രാ നടത്തിയതായിരിക്കുന്ന ആ ഒരു മഹല്ലിൽ ഇല്ലത്ത് ഉണ്ട് എന്നതിന്റെ മേലിൽ ലക്ഷ്യം തേടലുണ്ടോ? ഇല്ല. ഈ അഭിപ്രായം ഇന്ദല്ല ക്രിസ്തരി മിനന്നുള്ളാരി, നല്ലോണം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അത്തരം ആളുകളുടെ അടുക്കൽ എന്താണെന്നറിയാമോ? അധികം ആളുകളുടെ അടുക്കൽ ഇസ്തിദ്ലാൽ ഇല്ല എന്നാ പറയുന്നത്. നമ്മള് ഇവിടെ മവാനിയെ അഭിപ്രായപ്പെടുന്ന ആളുകളെന്ന് പറഞ്ഞുകൊടുത്ത് നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. ജവാബ് ഇങ്ങനെയൊക്കെ വരാന്നല്ലേ പറഞ്ഞത്. ആ ജവാബൊക്കെ പറയുമ്പോ ഇനി നമുക്കിവിടെ മനസ്സിലാക്കാൻ എന്താ? ഇസ്തിദ്ലാൽ ഇല്ല. എന്താ ഇസ്തിദ്ലാൽ ഇല്ല മുഅ്തരിദിന് ചോദിക്കുമ്പോ, അത് ലിൽ ഇന്തിഖാല്, ഇവിടെ ഇത്രാ നടത്തേണ്ട പണിയല്ലേ മുഅ്തരിദിനുള്ളൂ. ഇവിടെ ഇത്രാദിൽ നിന്ന് പിന്നെ ഇസ്തിദ്ലാലിൽ മുഅദ്ദിൽ ഇന്തിശാരി, പിന്നെ ഇവിടെ ഇന്തിശാറാണ്. ഈ ഇന്തിശാറിലേക്ക് കൂട്ടുന്നതായ ഒരു ഇസ്തിദ്ലാലിലേക്കാണ് ആര് നീങ്ങിപ്പോകുക? മുഅ്തരിദ് നീങ്ങിപ്പോകുക. അത് മുഅ്തരിദിന് പറ്റൂല. മുഅ്തരിദ് ആ പണിയെടുക്കരുത്. മുഅ്തരിദ് ഇവിടെ തഖല്ലുഫ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇത്രാ നടത്തി ആ മഹൽ ഇല്ലത്തുണ്ട് എന്നതിന്റെ മേലിൽ ലക്ഷ്യം തേടിയിരിക്കേണ്ട ആവശ്യം മുഅ്തരിദിനില്ല. അങ്ങനെ വരുമ്പോൾ ഇത്രാദുമെന്നും വിട്ട് മറുകണ്ഠം ചാടിയിട്ട് ഇസ്തിദ്ലാലേക്ക് പോകൽ വരും എന്നുള്ള അഭിപ്രായമാണ്.
വക്കീല പറയപ്പെടുന്നുണ്ട് ലഹു മുഅ്തരിദിനുണ്ട് എന്തുണ്ട് ഇസ്തിദ്ലാലുണ്ട് ലക്ഷ്യം തേടാം എന്തിന് ലിയത്തിമ്മ മത്ലൂബുഹു അവൻ തേടപ്പെടുന്ന കാര്യം പൂർത്തിയാവാൻ വേണ്ടി എന്തോ തേടപ്പെടുന്നത് മിന്നിബിത്താലിഹില്ല ഇവിടെ മുസ്തദില്ല് കൊണ്ടുവന്ന ഇല്ലത്തിനെ ബാത്തിലാക്കലാണല്ലോ മുഅ്തരിദിന്റെ പണി അതാണല്ലോ മത്ലൂബ് അപ്പൊ ആ തേടപ്പെടുന്ന പൂർത്തിയാവണമെങ്കിൽ ഓൻ ഇസ്തിദ്ലാൽ നടത്തണം എന്നൊരു അഭിപ്രായമുണ്ട്. ആമുദിമാ പറയുന്നത് മുഅ്തരിദിനുണ്ട് ദാലിക ഇസ്തിദ്ലാൽ നടത്താം എപ്പോ മാലം യക്കുൻ ദലീലുൻ ഈ ലക്ഷ്യം ആവാത്ത കാലത്തോളം ഔല അത് ഏറ്റവും ബന്ധമാവാത്ത കാലത്തോളം എന്തിനേക്കാൾ മിനത്തഖല്ലുഫി ഹുക്കുമുടെ പിന്തി എന്ന ദലീലുണ്ട് ആ ഹുക്കും പിന്തിയതായ ആ ദലീലിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഇപ്പൊ കൊണ്ടുവന്ന ദലീല് ബിൽ ഖദ്ഹി ഇല്ലത്തിലുള്ള ഖദ്ഹിനോടാ മോശത്തിനോടാ അങ്ങനെ ആവാത്ത കാലത്തോളം എന്ത് ചെയ്യാം മുഅ്തരിദിന് ഇസ്തിദ്ലാൽ നടത്താമെന്ന് ആമുദി ഇമാമിന്റെ അഭിപ്രായം. ഇവിടെ ഇസ്തിദ്ലാൽ അഥവാ ഇദ്ദേഹം മുഅ്തരിദ് നഖ്ൽ ചെയ്ത അവിടെ ഒരു ഇല്ലത്തുണ്ട് ആ നഖ്ൽ ചെയ്തയിടത്ത് ഒരു ഇല്ലത്തുണ്ട് എന്നതിന്റെ മേലിൽ മുഅ്തരിദിന് ഇസ്തിദ്ലാൽ നടത്താന്നല്ലേ പറഞ്ഞത്. അവന്റെ അടുക്കൽ മുസ്തദിലിന് എതിരായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നൊരു ദലീല് തഖല്ലുഫിനേക്കാൾ ഇല്ലത്തിൽ ഔലയായി വരാത്ത കാലത്തോളം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം മനസ്സിലാക്കാം. മുഅ്തരിദ് ഇഅ്തിറാദ് ചെയ്യാണ് ആരുടെ പേരില് മുസ്തദിൽ ഇവിടെ കൊണ്ടുവന്ന ലക്ഷ്യം എന്താണ് ബുർറി എന്ന് പറയുന്ന ഗോതമ്പ് അതിൽ പലിശയുണ്ട് ആ പലിശക്കുള്ള ഇല്ലത്ത് പറഞ്ഞ അൽ കൈലു അളത്തം എന്നതാ ഈ കൈൽ. അപ്പൊ കൈലി എന്ന് പറയുന്ന ഇല്ലത്ത് വെച്ചുകൊണ്ടാണ് ബുർറി എന്ന് പറയുന്ന ധാന്യത്തിൽ ഡിബ വരാനുള്ള കാരണം മുസ്തദിൽ പറയുന്നു. അതിനെ എതിർത്തുകൊണ്ട് മുഅ്തരിദ് പറയുന്നതാണ് തഖല്ലുബിൽ ജിബ്സ് എന്ന് പറയുന്ന സാധനത്തിൽ ഹുക്ം ഇല്ലല്ലോ. ജിബ്സാണെങ്കിലോ മഖീരുൻ അതും നിങ്ങൾ പറഞ്ഞതുപോലെ അളക്കപ്പെടുന്ന സാധനം തന്നെയല്ലേ. വൈറു ഡിബവിയൻ അത് ഡിബവിയുടെ അല്ലല്ലോ എന്ന് പറഞ്ഞും കൊണ്ടാണ് മുസ്തദിലിന് നേരിട്ടതാര് മുഅ്തരിദ് എന്നാ. ഇവിടെ ഇനി ചെയ്യേണ്ട പണി ഫഇദാ അറാദൽ മുഅ്തരിദു ഈ മുഅ്തരിദ് ഈ നിരൂപണം നടത്തിയല്ലോ ഈ നിരൂപിച്ചതായ എതിർത്തതായതിൽ ഈ ഇല്ലത്ത് ഉണ്ട് ഇപ്പം പറഞ്ഞതായ ഇല്ലത്ത് ഉണ്ട് എന്നതിന്റെ മേൽ ഇസ്തിദ്ലാൽ നടത്താൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ആ ഇസ്തിദ്ലാൽ ആർക്ക് അവകാശമില്ല മുഅ്തരിദിന് ഇല്ല. കാരണം ഓൻ ഇസ്തിദ്ലാൽ നടത്തുന്നതോടൊപ്പം തന്നെ കൊണ്ടുവന്ന ദലീല് മുസ്തദില് കൊണ്ടുവന്ന ആ ഇല്ലത്തിലുള്ള ഖദ്ഹുണ്ട് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ദലീല്. എന്തിനേക്കാള് തഖല്ലുഫിനേക്കാള്. എന്താണ് ആ ദലീൽ എന്ന് ചോദിച്ചാൽ ഹദീസാണ്. എന്താ ഹദീസ്? റിബക്ക് ഇല്ലത്ത് തൊഴുമാണ്. റിബക്ക് ഇല്ലത്ത് തൊഴുമാകുമ്പോൾ ഈ തൊഴുമ എന്ന് പറയുന്ന സംഗതി കൈലി എന്ന് പറയുന്ന ഇല്ലത്തിൽ ഖദ്ഹാക്കി കണ്ടല്ലോ മുഅ്തരിദ്. അപ്പഞ്ഞി അവിടെ ഇല്ലത്ത് മറ്റത് പറഞ്ഞുകൊണ്ട് ഇസ്തിദ്ലാക്കിയിട്ട് ലക്ഷ്യം പിടിച്ചിട്ട് മുഅ്തരിദ് കൊണ്ടുവരണോ? വേണ്ട, അവിടെ നിർത്തി. അപ്പോ മുസ്തദില് കൊണ്ടുവന്ന കൈലി എന്ന് പറയുന്ന ഇല്ലത്ത് ഏറ്റവും മോശമായതാണ് അറിയിക്കുന്ന ഇല്ലത്തലിയിലാണ് ഹദീസിൽ വന്നതായ ഇല്ലത്തു റിബക്ക് തൊഴുമു എന്ന് പറഞ്ഞ് ലക്ഷ്യം വെച്ചത് നസ്സ ഹദീസല്ലേ. അപ്പോ ഇനി അവിടെ എന്ത് വേണ്ട, ഇസ്തിദ്ലാൽ നടത്തേണ്ട ആവശ്യമില്ല. ഏറ്റവും ബന്ധമായിട്ടില്ലെങ്കിൽ ബന്ധമായതാണെങ്കിൽ വേണ്ട. അവിടെ ബന്ധമായതായതോട് നീ ഇസ്തിദ്ലാൽ നടത്തേണ്ട മുഅ്തരിദാണ്. ഓരോ സറഹൽ മുസന്നിഫു മുസന്നിഫ് വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ ബിലഫ്ളത്തി ലഹു എന്ന പദം വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ ലസലിമ മുസന്നിഫ് രക്ഷപ്പെടുമായിരുന്നു മിൻ ഈഹാമിന ഫീഹ ലഹു എന്ന് പറയുന്ന ആ ലഫ്ളിനെ നഫി ചെയ്യൽ തോന്നിപ്പിക്കലിനെ തൊട്ട് ഐ ഇഖാഇഹി അതിനെ സംഭവിപ്പിക്കുക ഫിൽ വഹ്മി ഹൃദയത്തിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ തോന്നിപ്പിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ലാമായിരുന്നു.
ലഹു എന്ന് മുസനി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ. പിന്നെ വമാ ഹക്കാഹു ഇബ്നുൽ ഹാജിബ്, ഇബ്നു ഹാജിബ് ഹിക്കായത്ത് ചെയ്ത ഒന്ന് അതെന്താണ്? മിൻ അന്നഹു നിശ്ചയമായിട്ടും ഇസ്തിദ്ലാല് യുംകിനു പറ്റും മാലം യകുൻ ഹുക്മൻ ശർഈയൻ. ഇവിടെ മുതനാസിഫിയായ ആ ഹുക്കം എന്താവണം? ശർഈയായ ഹുക്കം ആവാതിരിക്കണം. ശർഈയായ ഹുക്കം ആവാതിരിക്കുമ്പോഴേ എന്താവുള്ളൂ? ഇസ്തിദ്ലാല് മുഅ്തദിൽ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇബ്നു ഹാജിബ് ഉദ്ധരിച്ചത്. അതെങ്ങനെ ഹുക്മിയ ശർഈ ആവാതിരിക്കല്? അത് അഖലിയായി വരിക. ഖാലൽ മുസന്നിഫ് പറയുന്നു എന്ത്? മുസന്നിഫ് പറഞ്ഞത് ലം യൂജദിൽ ഗൈരിഹി, ഇവിടെ ഈ പറഞ്ഞ ഇക്കായത്ത് ഇബ്നു ഹാജിബ് അല്ലാത്തവർക്ക് എത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് മുസന്നിഫ് പറയുന്നു. ഇനി വജൂഹു, അങ്ങനെ ഇബ്നു ഹാജിബ് ഇവിടെ കൊണ്ടുവന്ന ഇക്കായത്തുണ്ടല്ലോ, ആ ഇക്കായത്തിലുള്ള വജ് എന്ന് പറഞ്ഞാല് ശർഈയായ ഹുക്കും അഖലിയായ ഹുക്കും ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇത് രണ്ടിന്റെയും ഇവിടെ വിശദീകരണത്തിനുള്ള ന്യായം അന്ന തഖല്ലുഫ, ഇവിടെ ഹുക്കും പിന്തിയിട്ടുണ്ട് ഇല്ലത്തിനെ തൊട്ട്, അത് ഫിൽ ഖത്ഈയിലാണ്. ഖത്ഈ, അപ്പൊ ഖത്ഈ എന്നാണ് അഖലിയായ ഖത്ഈയിൽ ഈ തഖല്ലുഫ് ഉണ്ടാവുക എന്നുള്ള ഖാദിഹുൻ, അത് മോശമാണ് എന്നുള്ളതാണ് അവിടുത്തെ ന്യായം. അതേ സമയത്ത് ബിഖിലാഫി ശർഈ, ശർഈക്ക് എതിരുകൊണ്ട് അപ്പൊ ഇവിടെ മോശമായി വരുന്നത് അഖലിയിലാണ്, ശർഈയിലല്ല. എന്താ കാരണം? ജവാസിയായ ബിഹി, ശർഈയായ ആ ഹുക്മില് എന്ത് പറ്റും? തഖല്ലുഫ് പറ്റുമല്ലോ. ലിവുജൂദി മാനിഇൻ ഔ ഫവാത്തി ഷർത്തിൻ, വല്ല ഷർത്തും നഷ്ടപ്പെട്ടത് കൊണ്ടാവാലോ ഇവിടെ ഹുക്മ് പിന്തിയത്, അല്ലെങ്കിൽ വല്ല തടസ്സമുണ്ടായത് കൊണ്ടാവാമല്ലോ ഇവിടെ ഹുക്മ് പിന്തിയത്. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ ശർഈൽ തഖല്ലുഫ് പറ്റുമല്ലോ, അവിടെ മോശമില്ല. അഖലിയിൽ അത് മോശമാണ്. ബിന്ദല് നടത്തും. വലോദല്ലൽ മുസ്തദില്ലു, ഇനി ലക്ഷ്യം പിടിക്കുന്ന ആള് അറിയിച്ചാല് അലാ വുജൂദിഹ, ഇല്ലത്ത് ഉണ്ട് എന്നതിന്റെ മേൽ അറിയിച്ചാൽ, എവിടെ? ഫീമ അല്ലലഹു ബിഹാ, അവൻ ആ ഒന്നുകൊണ്ട് ഇല്ലത്ത് പറഞ്ഞു, ആ മഹലിൽ ഈ ഇല്ലത്ത് ഉണ്ട് എന്നതിന്റെ മേൽ അറിയിച്ചാൽ. എന്തുകൊണ്ടറിയിച്ചു? ബിമൗജൂദിൻ ഫീ മഹല്ലിൻ നഖ്ലി, മുഅ്തരിളായ ആള് നഖ്ല് ചെയ്തല്ലോ, അയാൾ നഖ്ല് ചെയ്തായിരിക്കുന്ന മഹല്ലിൽ എത്തിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലത്തി എന്നതിന്റെ മേൽ അറിയിച്ചാൽ. സുമ്മ മനഅ വുജൂദഹ ബിദാലിക്കൽ മഹല്ലി, പിന്നെ ആ നഖ്ല് ചെയ്തതായിരിക്കുന്ന മഹല്ലിൽ ഈ ഇല്ലത്തിന്റെ വുജൂദിനെ ഇല്ലാതെയാക്കുകയും ചെയ്തു മുസ്തദിൽ എങ്കിൽ. എന്താണ് ഇവിടെ അഭിപ്രായം? മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞത് മഹല്ല് നഖ്ല് ചെയ്തു, ആ നഖ്ല് ചെയ്ത മഹല്ലിൽ ഈ ഇല്ലത്ത് ഉണ്ട് എന്നാണ് സ്ഥാപിച്ചത് മുസ്തദിൽ. പിന്നീട് പറയുന്നു ആ മഹല്ലിൽ ആ ഇല്ലത്ത് ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെ വന്നാൽ എന്താണ് മറുപടി? ഫഖാലഹുൽ മുഅ്തരിദു, എന്നാ പിന്നെ അവനോട് മുഅ്തരിദ് പറയാം. എന്ത് പറയണം? യന്തഖിലു ദലീലുക, നിന്റെ ദലീല് പൊട്ടിപ്പോകും. അൽ ഇല്ലത്ത്, ഇല്ലത്തിന്റെ മേൽ നീ കൊണ്ടുവന്ന ദലീലുണ്ടല്ലോ അത് നഖീലിയായി മാറും, എതിരാണ്. ഹൈസു വുജിദ, ആ ദലീൽ എത്തിക്കപ്പെടുമ്പോൾ എവിടെ? ബിമഹല്ലിൻ നഖ്ലി, ഇവിടെ നഖ്ല് ചെയ്ത ആ മഹല്ലിൽ എന്താണ്? നഖ്ല് പറഞ്ഞാൽ എതിര്, ആ എതിർത്തതായിരിക്കുന്ന മഹല്ലിൽ ഇവിടെ നീ കൊണ്ടുവരുന്ന ആ ദലീൽ ഉണ്ടാകുമ്പോൾ ആ ഇല്ലത്തിന്റെ മേലിൽ നഖീലയായിട്ട് വരും. ദൂനഹ, ആ ഇല്ലത്തിന് കൂടാതെ ആ സ്ഥിതിയിൽ അലാ മുഖ്തളി മൻഇക വുജൂദഹ ഫീഹി, ആ നഖീലിയായ മഹല്ലിൽ ആ ഇല്ലത്തുണ്ടാവൽ നീ മന്ന് ചെയ്തല്ലോ, അത് തടഞ്ഞു. ആ തടയുക എന്ന തേട്ടപ്രകാരം ഇല്ലത്തിന് കൂടാത്ത സ്ഥിതിക്ക് നഖ്ല് ചെയ്ത മഹല്ലിൽ ദലീലുണ്ടാകുമ്പോൾ ആ ഇല്ലത്ത് നേരെ നഖ്ലാണ്, എതിരാകും, പൊളിഞ്ഞു പോകും എന്നൊക്കെ മുഅ്തരിദിന് ആർക്ക് പറയാം? മുസ്തദിലിനോട് പറയാം. ഇവിടെ നമുക്കൊരു ഉദാഹരണം മനസ്സിലാക്കുക. മുസ്തദിൽ സ്ഥിരപ്പെടുത്തുന്നത് ബുർറ് എന്ന് പറയുന്നത് മത്തൂമാണ്. ബുർറ് മത്തൂമ എന്ന് പറയാൻ കാരണം എന്താ? തെളിവ്, അത് വായിലിട്ടുകൊണ്ട് ചുറ്റിക്കറക്കി ഭക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പൊ നിൽക്കുമ്പോ തിന്നാൻ പറ്റുന്നൊരു സാധനമാണ് ബുർറ് എന്ന് മുസ്തദിൽ പറയുന്നു. മൂപ്പര് കൊണ്ടുവന്ന ദലീല് വായിലിട്ട് ചുറ്റിക്കറക്കി ഭക്ഷിക്കാൻ പറ്റും എന്നതാണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ അത് വെച്ച് നോക്കുമ്പോ ബുർറ് റിബവിയാണല്ലോ, പലിശ വരുന്ന സമ്പത്താണല്ലോ എന്ന് പറഞ്ഞു. അപ്പോ അതിനെന്ത് ചെയ്തു? ഇത്രാ നടത്തുന്ന ആള് എന്ത് ചെയ്തു? പറഞ്ഞു
മാ ദക്കർത മിൻ ഇല്ലത്തി ത്വഅം. മാ ദക്കർത നീ പറഞ്ഞത് അതെന്താണ്? തൊഴുമല്ലേ, ഭക്ഷിക്കപ്പെടാൻ പറ്റുമെന്നല്ലേ നീ പറഞ്ഞില്ലത്ത്. അതിപ്പോ തുഫാഹി എന്ന് പറയുന്നത് കൊണ്ട് പൊളിക്കാൻ പറ്റും. നീ കൊണ്ടുവന്ന ഇല്ലത്ത് ആപ്പിളെടുത്താൽ നീ പറഞ്ഞ ഇല്ലത്ത് പൊളിഞ്ഞു. അതെതിരാ. എന്തുകൊണ്ട്? ആപ്പിൾ എന്ന് പറയുന്ന സാധനം മത്തൊഴുമല്ലേ. നീ പറഞ്ഞ മത്തൊഴുമാണെങ്കിൽ ആപ്പിളും മത്തൊഴുമാണല്ലോ. പക്ഷേ മത്തൊഴുമ എന്ന നിലപാടിലാണ് നീ രിബവിയെന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ തുഫാഹ് മത്തൊഴുമായിരിക്കെ രിബവി അല്ലല്ലോ എന്ന് നഖ്ല് ചെയ്തു. ആര്? മുഅ്തരിദ്. അപ്പൊ ഇനി ഇവിടെ മുസ്തദിൽ എന്ത് കാണിക്കും? ലാ ഉസല്ലിമു കൗന തുഫായ് മത്തൊഴുമൻ. നീ പറഞ്ഞത് ഇപ്പൊ തുഫ മത്തൊഴുമാണെന്ന്, അതിപ്പോ നമ്മൾ സമ്മതിക്കൂലല്ലോ എന്നാണ്. സമ്മതിക്കൂല എന്ന് പറഞ്ഞു മുസ്തദില്. അപ്പൊ അതിനെ എതിർക്കുന്ന ആള് പറയാണ്, നീ പറഞ്ഞ ഇല്ലത്ത്, അതായത് ഇപ്പൊ ദലീല് കൊണ്ടുവന്നല്ലോ, ആ ദലീല് അതായത് ചുറ്റിക്കറക്കി ഭക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പൊ നീ പറഞ്ഞ ദലീല്. ആ ദലീല് ഈ പറയുന്ന തുഫാഹിലും ഉണ്ടല്ലോ എന്ന്. തുഫാഹിലുണ്ടല്ലോ പറഞ്ഞ ദലീല്. അങ്ങനെ വരുമ്പോൾ നിന്റെ ദലീല് പൊളിഞ്ഞല്ലോ, പൊളിഞ്ഞു പോയി. ഇങ്ങനെ പറയാന്നപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ ദലീൽ ഇവിടെ പൊളിഞ്ഞു പോയി മോനെ. അപ്പൊ ലക്ഷ്യം ശരിയായില്ല. ഇങ്ങനെ വരുമ്പോൾ എന്താ കാണിക്കഴിഞ്ഞിവിടെ? ഇത് മുഅ്തരിദ് പറഞ്ഞും ചെയ്തു. ഇന്നവിടെ തർക്കമാണല്ലോ. മുസ്തദില് പറയുന്നു അദ്ദേഹം കൊണ്ടുവന്ന പലിശ ബുർറ് എന്താണ്? പലിശയാണ്. ബുർറ് പലിശയാണെന്ന് പറയാൻ കാരണം ഇല്ലത്ത് എന്താണ്? മൂപ്പര് ഭക്ഷണം വായിലിട്ട് ചുറ്റിക്കറക്കി തിന്നാൻ പറ്റുന്ന മത്തൊഴുമാണ് അത് എന്നാ. അതിനെ എന്ത് ചെയ്യുന്നറിയാമോ? നഖ്ല് ചെയ്തു. അത് നഖ്ല് ചെയ്ത മഹല്ല. ആ നഖ്ല് ചെയ്ത മഹലിൽ അതുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് മുസ്തദില് അതിനെന്താക്കിയെന്നറിയാമോ? ആ മഹലിൽ ഉണ്ട്, എന്ത് ഈ പറഞ്ഞത് ഉണ്ട് എന്നതിനെ എന്താക്കി? തടഞ്ഞു. അപ്പൊ തുഫായിൽ അതുണ്ടല്ലോ എന്ന് മുഅ്തരിദ് പറഞ്ഞു. തുഫായിൽ അതുണ്ടല്ലോ എന്ന് പറയുമ്പോ ആ ഇല്ലത്ത് വെക്കുമ്പോ പറയണത് രിബവിയല്ല, തുഫാഹ് ബുർറ രിബവിയാകുള്ളത് പറഞ്ഞു. അപ്പോഴാണ് മുഅ്തരിദ് പറയണത്, നീ കൊണ്ടുവന്ന ദലീൽ ശരിയല്ല, ആ ദലീൽ ഇതിലുണ്ടല്ലോ, അവന് പറഞ്ഞ വാദം പൊളിഞ്ഞില്ലേന്നായി. ഇങ്ങനെ പറഞ്ഞാൽ ഫസ്സവാബു, യഥാർത്ഥം എന്താ? അന്നഹു ലാ യുസ്മഉ ഖൗലുൽ മുഅ്തരിദ്. ഈ പറഞ്ഞ മുഅ്തരിദിന്റെ ഖൗൽ ഇവിടെ സ്വീകരിക്കപ്പെടുമോ ഇല്ല എന്നുള്ളതാണ്. എന്താ കാരണം? ലിന്തിഖാലിഹി, മുഅ്തരിദ് നീങ്ങി, മിൻ നഖ്ദിൽ ഇല്ലത്തി, മുസ്തദില് കൊണ്ടുവന്ന ഇല്ലത്തിനെ പൊളിക്കലാണ് മുഅ്തരിദിന്റെ പണി. ആ പൊളി മാറ്റിയിട്ട് മൂപ്പർ പൊളിച്ചാൻ പോയപ്പോ എടുക്കാണ് ഇലാ നഖ്ദ് ദലീലിഹ, ആ ഇല്ലത്തിന് സ്ഥാപിച്ചതായ ഒരു ദലീലുണ്ട് മുസ്തദില് കൊണ്ടുവന്ന്, ആ ദലീല് പൊളിക്കലേക്ക് നീങ്ങി. അതുകൊണ്ടാണ് മുഅ്തരിദിന്റെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞത്. അപ്പൊ പെര പൊളിക്കാൻ തീരുമാനിച്ചാ മോള് പൊളിക്കല്ലേ, പെര പൊളിക്കണ്ട, വാറന്തേരി പോയി പൊളിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇല്ലത്ത് പൊളിക്കുന്ന ആൾക്കുള്ള പണി ദലീൽ പൊളിക്കലല്ല. വൽ ഇന്തിഖാലു മുംതനിഉൻ, ഇതാണെങ്കിലോ ഇല്ലത്തിനെ പൊളിക്കുന്ന നീങ്ങിയിട്ട് ദലീലിലേക്ക് നീങ്ങുന്നതിന് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് സ്വീകരിക്കാത്തത്. പിന്നെ ഇവിടെ മനസ്സിലാക്കാനുള്ളത് അഷാറ ബി സ്വവാബി മുസന്നിഫ് അസ്സവാബ് എന്ന് ഇബാറത്തിട്ടു. അതിപ്പോ എന്തിനാന്ന് ചോദിച്ചാല് ഇവിടെ എന്തൊരു കുഴപ്പമുണ്ടല്ലോ, ഉണ്ട്. ഇലാ ദഫ്ഇ ഖൗലി ബിൻ ഹാജിബ്, ബിൻ ഹാജിബിന്റെ വാക്കുണ്ട് ഇവിടെ, തട്ടിവിടാനാ. വഫീഹി, അതിലുണ്ട്, ഐ ഫി അദ്മി സമാഇ, സ്വീകരിക്കൂല എന്ന് പറഞ്ഞതിൽ നദറുൻ, ഒന്ന് ആലോചിക്കാനുണ്ടെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിനെ ദഫ് ചെയ്യാൻ സവാബ്. എന്താ ഇവർ അങ്ങനെ പറഞ്ഞത്? ലി അന്നൽ ഖദ്ഹ ഫി ദലീലി, ദലീലുള്ള മോശത്തരം, ഖദും ബിൽ മദ്ലൂലി, അത് മദ്ലൂല് മോശമാണല്ലോ, ദലീല് മോശമായ മദ്ലൂല് മോശമായില്ലേ, അതാണ്. ഫലാ യഖൂൽ ഇന്തിഖാലു ഇലൈഹി മുംതനിഅൻ, അപ്പോ അതിലേക്ക് നീങ്ങുക എന്നുള്ളത് മുംതനി ആവൂലല്ലോ എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പൊ ദലീലേക്ക് നീങ്ങൽ എന്താ കുഴപ്പം എന്നാണ് മൂപ്പര് അഭിപ്രായം. അത് തടുക്കാൻ വേണ്ടിയിട്ടെടുത്ത പണിയാണ് ഫസ്സവാബു അന്നഹു ലാ യുസ്മഉ എന്നുള്ളത്. വലൈസ ലഹു ലിൽ മുഅ്തരിദി, എതിർക്കുന്ന ആൾക്ക് ഇല്ല, അൽ ഇസ്തിദ്ലാലു, ലക്ഷ്യം പിടിക്കൽ ഇല്ലട്ടോ, അല തഖല്ലുബുൽ ഹുക്മി ഫീമ ഇത്റല്ലാ ബിഹി, എവിടെയാണോ ഇയാൾ ഇത്ര നടത്തിയ സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽ ഹുക്കുമില്ല, അങ്ങനെ ഹുക്കും പിന്തിയിട്ടുണ്ട് എന്നതിന്റെ മേലിൽ ലക്ഷ്യം നടത്തൽ ആർക്കില്ല? മുഅ്തരിദിന്റെ പണിയില്ല.
വലോ ബാദ മൻഇൽ മുസ്തദില്ലി തഖല്ലുഫഹു, മുസ്തദില് ആ ഹുക്മിന്റെ തഖല്ലുഫിനെ തടഞ്ഞിക്കണ്, ഇല്ല ഉണ്ട് നമുക്ക് പറഞ്ഞു. നിങ്ങൾ തഖല്ലുഫ് ഉണ്ട് എന്നത് അല്ല, തഖല്ലുഫ് ഇല്ല അവിടെ എന്ന് തടഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും ഇദ്ദേഹം ഈത്തിറാദ് നടത്തിയ ഒരു സ്ഥലത്ത് ഹുക്മിന്റെ തഖല്ലുഫ് ഉണ്ടെന്നതിന്റെ മേൽ ഇസ്തിദ്ലാൽ നടത്താൻ ലക്ഷ്യം നടത്തില്ല. ആർക്ക് പണിയില്ല? ഈ പറയുന്ന ഈത്തിറാദ് നടത്തുന്ന ആൾക്ക് ഇല്ല. അതിന്റെ ഉദാഹരണം, എല്ലാത്തിനും ഉദാഹരണമൊന്നുമില്ലെങ്കിലും ചിലതൊക്കെ പ്രധാനപ്പെട്ട മനസ്സിലാക്കണമല്ലോ. ഇതിന് ഉദാഹരണം എങ്ങനെ പറയാം? മുസ്തദിൽ ലക്ഷ്യം സ്ഥാപിക്കുന്ന ആള് പറയുന്നു, ബുറിൽ ഗോതമ്പ് എന്താണെന്നറിയാമോ പലിശ വരും, ഹറാമാണ് ഗോതമ്പിൽ. അതിന് മൂപ്പര് കൊടുത്ത തെളിവെന്താ? കയ്യില് അളത്തം എന്ന് പറയുന്ന ഇല്ലത്തതിലുണ്ടല്ലോ, അപ്പൊ അളവാണെന്നാണ്. ഇത് പറഞ്ഞപ്പോ മുഅ്തരിദ് പറയാണ് നഖാലത്ത് പൊടി, അതൊരു ഉദാഹരണം. അതും എന്താണ്? അളക്കപ്പെടുന്ന ഒന്നല്ലേ, അളവാണ് ബുറിൽ പലിശ വരാൻ കാരണമെങ്കിൽ പൊടി എടുത്തോ, പൊടിയിലും അളവുണ്ടല്ലോ, എന്നാ അത് റിബവിയല്ലല്ലോ എന്ന് മുഅ്തരിദ്. അങ്ങനെ മുഅ്തരിദ് പറഞ്ഞു. ഇനി മുഅ്തരിദിന് ഇവിടെ എന്തില്ല? അത് റിബവി അല്ല എന്ന് സ്ഥാപിക്കുവാൻ, ആ നഖാലത്ത് റിബവി അല്ല എന്ന് സ്ഥാപിക്കുവാൻ ലക്ഷ്യം നിരത്തേണ്ട ആവശ്യം മുഅ്തരിദിനുണ്ടോ? ഇല്ല. മുസ്തദില് അതിൽ നഖാലത്തിൽ ഹുക്കുമില്ലല്ലോ എന്ന് മുസ്തദില് തടഞ്ഞാൽ പോലും പറയേണ്ടതില്ല. എന്താ മുസ്തദില് പറഞ്ഞത്? അത് റിബവി അല്ല എന്നുള്ള നമ്മൾ സമ്മതിക്കൂല. പിന്നെന്താണ്? അത് റിബവിയാണ് എന്നാ പറഞ്ഞത്. ഈ രൂപത്തിൽ മുസ്തദിൽ പറഞ്ഞാൽ പോലും ഇനി അല്ല, റിബവി അല്ല ഇത് എന്ന് സ്ഥാപിക്കുവാൻ ലക്ഷ്യമായിട്ട് ആര് വരണ്ട? മുഅ്തരിദ് വരണ്ട. കാരണം ഈത്തിറാദ് നടത്തുന്നവന്റെ പണി ഇസ്തിദ്ലാലിലേക്ക് പോവലല്ല, അവിടെ ഈത്തിറാദ് നടത്തി നിന്നാ മതി. ലിമാ തഖദ്ദമ മിനൽ ഇന്തിഖാലി മിനൽ ഈത്തിറാദി ഇലൽ ഇസ്തിദ്ലാലി അൽ മുഅദ്ദി ഇലൽ ഇന്തിശാരീന, ഈത്തിറാദിൽ നിന്നിട്ട് ഇന്തിശാറിലേക്ക് കൂട്ടുന്നതായി ഇസ്തിദ്ലാലോടെ വരും. ആ ഒരു ഇസ്തിദ്ലാലേക്ക് നീങ്ങുന്നില്ല പണി ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. ഇത്രയൊക്കെ ഇടങ്ങാറായി പറഞ്ഞാലും അവിടെ ഒരു അഭിപ്രായം വരാൻ വക്കീല പറയപ്പെട്ടു. ലഹു മുഅ്തരിദിനുണ്ട് ദാലിക, ഇസ്തിദ്ലാൽ നടത്താം. എന്തിന്? ലി യത്തിമ്മ അമ്മ തുലൂബുമിൻ ഇബ്താലില്ലത്തി, ഇയാൾക്ക് ഇല്ലത്ത് ബാത്തിലാക്കണ പണിയല്ലേ, അതുകൊണ്ട് അദ്ദേഹം തോടുന്ന ഇബ്താൽ ഉണ്ടല്ലോ, ആ ഇബ്താൽ പൂർത്തീകരിക്കണമെങ്കിൽ ഇസ്തിദ്ലാൽ നടത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണ് അവിടുത്തെ അഭിപ്രായം. വസാലിസുഹ, ഇനി മൂന്നാമത്തെ അഭിപ്രായം എടുക്കാം. ഒന്നും രണ്ടും കഴിഞ്ഞല്ലോ. മൂന്നാമത്തെ അഭിപ്രായം പറയുന്നത് മുഅ്തരിദിന് ഇസ്തിദ്ലാൽ നടത്താം, പക്ഷേ നിബന്ധനയുണ്ട്. എന്താ നിബന്ധന എന്നറിയോ? എല്ലം യകുൻ ദലീലുൻ ഔലാ മിന തഖല്ലുബി ബിൽ ഖദ്ഹി വഇൻ കാന ഫലാ, ഹുക്മ് പിന്തി എന്നതിനുള്ള ദലീലിനേക്കാൾ ഏറ്റവും ബന്ധമായി നിൽക്കുന്ന ദലീൽ എന്തിനോടാണ്? മുസ്തദില് കൊണ്ടുവന്ന ആ ഇല്ലത്തിലുള്ള മോശത്തിനോട് ബന്ധമായി നിന്നിട്ടില്ലെങ്കിൽ, നിന്നാ പറ്റൂല, നിന്നിട്ടില്ലെങ്കിൽ മുഅ്തരിദിന് ഇസ്തിദ്ലാൽ വേണ്ടതുള്ളൂ. അവ മോശമായി നിന്ന മോശത്തിനോടാണ് ഏറ്റവും അടുത്തതെങ്കിലോ ദലീല്, എന്നാ ഫല, ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, ഇസ്തിദ്ലാൽ നടത്താനും പറ്റുകയില്ല. അപ്പോ നമുക്കൊന്നിവിടെ ഒന്ന് ആലോചിച്ച് നോക്കാലോ. അപ്പൊ മുഅ്തരിദ് അല്ലെ, മുഅ്തരിദിന് എന്തുണ്ട്? ഇസ്തിദ്ലാൽ നടത്താം. ഓന്റെ ദലീല് മുസ്തദില് കൊണ്ടുവന്നതിന്റെ ബാത്തിലാക്കുന്ന ആ ദലീല്, മുസ്തദിൽ കൊണ്ടുവന്ന ദലീലെന്താ? കയ്യിൽ ഇല്ലത്താവുക എന്നല്ല, അളവ് ഇല്ലത്താവുക എന്നതാണ് മുസ്തദിൽ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നതിനെ ബാത്തിലാക്കുന്നൊരു ദലീൽ ആര് കൊണ്ടുവന്നു? മുഅ്തരിദ് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ദലീലാണെങ്കിലോ ഹുക്മ് പിന്തി എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ബന്ധമായി ഈ ദലീൽ നിൽക്കുന്നത് മുസ്തദില് കൊണ്ടുവന്നതായ ഇല്ലത്തിൽ മോശമുണ്ട് എന്നൊരു ബന്ധപ്പെട്ടാ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോ മുഅ്തരിദ് എന്ത് വേണ്ട? ആ സമയത്ത് ഇസ്തിദ്ലാൽ നടത്തേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ആ ദലീല് കൊണ്ട് ഹുക്മിന്റെ മുസ്തദിലിന്റെ ഇല്ലത്തിനുള്ള ബാത്തിലാക്കണ വഴുത്താ മതി. ഏതുപോലെ റിബക്ക് കാരണം കയ്യിലാണ് എന്ന് പറഞ്ഞു, അതിനെ ബാത്തിലാക്കി റസൂലുള്ളാഹിന്റെ ഹദീസ് എടുത്തിട്ട് എന്ത് പറയാ? അത്വആമു ബിത്വആമി റിബൻ, ഭക്ഷണത്തിന് പകരം റിബ കേട്ടോന്ന്.
ഇത് റസൂലുള്ളാന്റെ ഹദീസല്ലേ? ആണ്. അപ്പൊ അവിടെ തുഴമാവുക എന്നതല്ലേ ഇല്ലത്ത്. അതുകൊണ്ട് മുസ്തദില്ലേ താങ്കൾ കൊണ്ടുവന്ന കൈലി ഇല്ലത്തല്ല എന്ന് പറയലാണ് പണി. ഈ രൂപത്തിലാക്കുക. വയജിബുൽ ഇഹ്തിറാസു, ഇനി സൂക്ഷിക്കൽ നിർബന്ധമാണ്. മിൻഹു മിനത്തഖല്ലുബി, ഹുക്മ് ഇല്ലത്തിനെ തൊട്ട് പിന്തുക എന്നതിനെ തൊട്ട് സൂക്ഷിക്കൽ നിർബന്ധമാണ്. അതെങ്ങനെ സൂക്ഷിക്കല്? ബിഅൻ യുദ്കറ ബിദ്ദലീലി മാ യുഖ്രിജു മഹല്ലഹു, ആ തഖല്ലുബിന്റെ മഹല്ല് ഏതാണോ അതിനെ പുറപ്പെടുവിക്കുന്നതായ രീതിയിൽ ഇല്ലത്തിന് ദലീൽ പറയുമ്പോ ആ ദലീലാണ് പറയല. എന്തിനാണത്? ലി യസ്ലമ അനിൽ ഇഹ്തിറാദി, മുസ്തദില് ഈ പറയുന്ന ഇഹ്തിറാദൊക്കെ രക്ഷപ്പെട്ടു കിട്ടും. അത് കിട്ടണമെങ്കിൽ ആ ഹുക്കുമയുടെ തഖല്ലുഫാവാനുണ്ടായ ഏതാണ് ആ മഖറജ്, അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ ദലീൽ പറയണം. അങ്ങനെ പറഞ്ഞാൽ സൂക്ഷിക്കലായി വരും. ഈ സൂക്ഷിക്കൽ ആരുടെ മേൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ അയൽ മുനാദിരി, തർക്കിക്കുന്ന ആളുടെ മേലിൽ. മുത്തലഖൻ, ഒരു കൈതും അയാൾക്ക് അവിടെ ഇല്ല. അയൽ നാദിരി നഫ്സി, സ്വന്തം നഫ്സിനെ ഇജ്തിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ മേലിലും സൂക്ഷിക്കൽ നിർബന്ധമാണ്. ഇല്ലാ ഭീമസ്തഹറാമിനൽ മുസ്തസനയാത്തി, ഇസ്തസനകളിൽ മഷ്ഹൂറായി നിൽക്കുന്ന ഒന്നിലൊഴികെ. അതിന്റെ ഉദാഹരണം കൽ അറായ, ഇന്നലെ നമ്മൾ അറായ ഉദാഹരണം കാണിച്ച് പറഞ്ഞില്ല, ആ അറായ അവ മഷ്ഹൂറായി വരികയാണ് എങ്കിൽ എന്താകും? ഫസാറ, അപ്പോൾ അത് പറഞ്ഞിട്ടില്ലെങ്കിലും കൽ മദ്കൂരി, പറയപ്പെട്ടത് പോലെയായില്ലേന്ന്. ഇത്തരം അല്ലാത്ത മറ്റു പല കാര്യങ്ങളിലാണ് ഈ തഖല്ലുബിനെ സൂക്ഷിക്കേണ്ടത്. മഷ്ഹൂറായി വരികയാണെങ്കിൽ ഫല ഹാജത്ത ഇൽ ഇഹ്തിറാസി അൻഹു, തഖല്ലുബിനെ തൊട്ട് സൂക്ഷിക്കലിലേക്ക് ഇവിടെ ആവശ്യമില്ല എന്നതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ അഭിപ്രായം അതില് വക്കീല പറയപ്പെട്ടു, യജിബു അലൈഹിൽ ഇഹ്തിറാസു മിന്നു, തഖല്ലുബിനെ തൊട്ട് സൂക്ഷിക്കൽ മുനാദിറിന് നിർബന്ധമാണ്. മുത്തലഖൻ, ഇവിടെ ഇസ്തസ്ന ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ മസൂറായത് നോക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. മസൂറായാലും ഇല്ലെങ്കിലും അതാണ്. വലൈസ ഗൈറുൽ മദ്കൂരി കൽ മദ്കൂരിയും, അപ്പൊ ഇവിടെ പറയപ്പെടാത്തത് പറയപ്പെട്ടത് പോലെ ആയല്ലോ, നേരെ തിരിച്ചാ. ഇങ്ങനെ വരുമ്പോഴും എന്താണ്? ഇഹ്തിറാസ് നിർബന്ധമാണെന്ന്. മൂന്നാമത്തെ അഭിപ്രായം വക്കീല പറയപ്പെട്ടു, യജിബു അലൈഹി, മുനാദിറിന്റെ മേൽ നിർബന്ധമാണ് അൽ ഇഹ്തിറാസു മിൻഹു, ആ തഖല്ലുബിനത്തോട് സൂക്ഷിക്ക. എല്ലാവിൽ മുസ്തസനയാത്തി മുത്തലഖൻ, ഇസ്തസ്ന ചെയ്യപ്പെട്ടതിൽ ഒഴികെ, അതിൽ മുത്തലഖ്, അത് ഒഴിച്ച് ബാക്കിയൊക്കെ മുത്തലഖ് എന്നൽക്ക് സൂക്ഷിക്കണം. ഇസ്തസ്ന ചെയ്യപ്പെട്ടത് മഷ്ഹൂറത്തൻ കാനത്തൻ ഔവൈറ മഷ്ഹൂറത്തിൻ, അത് പ്രചാരമുള്ളതോ പ്രചാരമില്ലാത്തോ എന്തോ ആവട്ടെ. ഫലാ യജിബുൽ ഇഹ്തിറാസു അൻഹ, ഇസ്തസ്ന ചെയ്യപ്പെട്ടതിനെ തൊട്ട് സൂക്ഷിക്ക ഇവിടെ വാജിബേ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലിൽ ഇൽമി ബി അന്ന ഗൈറു മുറാദത്തിൻ, ഇതിവിടെ ഉദ്ദേശിക്കപ്പെടാത്തതല്ല ഇസ്തസ്ന ചെയ്യപ്പെട്ടത്. അപ്പൊ അതറിയാലോ, അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിക്കണ്ട, അല്ലാത്ത സൂക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. ആ വിഷയം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സൂറത്തിൻ മുഅയ്യനത്തിൻ ഔ മുബ്ഹമത്തിൻ ബിൽ ഇസ്ബാത്ത് ഐ ഇസ്ബാതുഹാ ഔ നഫിയുഹാ. സൂറത്തിൻ മുഅയ്യനത്തിൻ, വ്യക്തമായ ഒരു രൂപത്തെക്കുറിച്ചുള്ള വാദം, അല്ലെങ്കിൽ വ്യക്തമല്ല അവ്യക്തമാണ്, വ്യക്തമായതോ അവ്യക്തമായതായ ഒരു രൂപമുണ്ട്, ആ രൂപത്തെക്കുറിച്ചുള്ള വാദം. എന്തുകൊണ്ട്? ബിൽ ഇസ്ബാത്തി, ഇസ്ബാത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഇസ്ബാതുഹാ, മുഅയ്യനത്തായതോ വ്യക്തമായതോ അവ്യക്തമായതോ രൂപത്തെ സ്ഥിരപ്പെടുത്തുക, ഔ നഫിയുക, അല്ലെങ്കിൽ ആ രൂപത്തെ സ്ഥിരപ്പെടുത്താതെ ഇരിക്കുക എന്നതാകുന്നത്. യന്തഖിലു ബിൽ ഇസ്ബാത്തി അവിൻ നഫിൽ ആമ്മൈനി, ആമായൊരു നഫി കൊണ്ടോ ആമായൊരു ഇസ്ബാത്ത് കൊണ്ടോ ആ ഒരു വാദത്തെ പൊളിക്കപ്പെടും, എതിർക്കപ്പെടും എന്നതാണ്. മുസന്നിഫ് തുടങ്ങിയത് ബിൽ ഇസ്ബാത്തി എന്നതുകൊണ്ട് ആദ്യം തുടങ്ങിയത്. അതെന്ത് ഇസ്ബാത്ത് കൊണ്ട് തുടങ്ങിയത്? എങ്ങനത്തെ ഇസ്ബാത്ത്? അറാജിൽ നഫി, നഫിയിലേക്കാണല്ലോ ഇസ്ബാത്തിന്റെ മടക്കം. എന്നിരിക്കെ ഇസ്ബാത്ത് പറഞ്ഞ നഫി, നഫിയുമോ ഇസ്ബാത്ത് അല്ലെ. അപ്പൊ നഫിയിലേക്ക് മടങ്ങുന്ന ഇസ്ബാത്ത് കൊണ്ട് മുസന്നിഫ് തുടങ്ങിയത് പ്രകൃതിയാൽ ഇസ്ബാത്ത് അല്ല മുന്ത നഫിയേക്കാൾ, അതുകൊണ്ടാണ്. ഒബിൽ അക്സി, ഇനി അക്സ് കൊണ്ടുള്ള സ്ഥിരപ്പെടുത്തുന്ന വാദം, അതായത് അൽ ഇസ്ബാത്തുൽ ആം, ആമായ ഇസ്ബാത്ത്, അവൻ നഫിയുൽ ആമു, ആമായ നഫി. എന്നാ പിന്നെ അതിനെ എതിർക്കപ്പെടുക എന്തുകൊണ്ടാണ്? ബിസൂറത്തിൻ മുഅയ്യനത്തിൻ ഔ മുബ്ഹമത്തിൻ,
അവ്യക്തമായതോ വ്യക്തമായതായോ ഒരു രൂപം കൊണ്ടായിരിക്കും ആമായ ഇസ്ബാത്തിനെയും ആമാ നഫിയെയും എതിർക്കപ്പെടുക. ഉദാഹരണ സഹിതം ഒന്ന് വ്യക്തമാക്കി നോക്കാം. നൗ സയ്യിദുൻ കാത്തിബുൻ, ഇത് മുഅയ്യനായ ഒരു രൂപമാണ്. ഔ ഇൻസാനും കാത്തിബുൻ, ഇത് മുബഹമായിരിക്കുന്ന ഒരു രൂപമാണ്. സയ്യിദുൻ കാത്തിബുൻ എന്ന് പറയുമ്പോൾ സയ്യിദ് എഴുതുന്നവനാണെന്നതിന്റെ അർത്ഥം. അത് ഇസ്ബാത്തല്ലേ, മുഅയ്യനായ രൂപമാണ്. അല്ലെങ്കിൽ പറയുന്നു ഔ ഇൻസാനും കാത്തിബുൻ, അല്ലെങ്കിൽ ഇൻസാൻ കാത്തിബല്ല. ഇതെന്താണ്? മുബഹമായിരിക്കുന്ന ഒരു ആമായ നഫിയുമാണ്. ഇതിനെ എതിർക്കപ്പെടുക എന്തുകൊണ്ടാണ്? യുനാഖിലുഹു, ഇതിനെ നേരിടേക്കുക. ലാ ശൈഅ വൽ ഇൻസാനി ബികാത്തിബിൻ, മനുഷ്യവർഗത്തിൽ നിന്ന് ഒരാളും എഴുതുന്നില്ല. സയ്യിദുൻ കാത്തിബുൻ ഔ ഇൻസാനും കാത്തിബൻ എന്ന് പറഞ്ഞാൽ അതിനെ നേരിടേക്കുന്നത് എന്തുകൊണ്ടാ? മനുഷ്യവർഗത്തിൽ നിന്നും ഒരാളും എഴുതുന്നവരല്ല എന്നാവും നേരിടേക്കുക. മറ്റൊരു ഉദാഹരണം സയ്യിദുൻ ലൈസ ബികാത്തിബിൻ, ഇത് എന്താണ്? മുഅയ്യനായ നഫിയ. ഔ ഇൻസാനും ലൈസ ബികാത്തിബിൻ, അല്ലെങ്കിൽ എന്താ? ഇത് മുബഹമായിരിക്കുന്ന ഒരു നഫിയ. ഇൻസാൻ മുസ്ബത്ത, മുബഹമാണ്, ഇസ്ബാത്താണ്. മറ്റത് മുഅയ്യനായ നഫിയാണ്, സയ്യിദ് എഴുതുന്നവനല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് അങ്ങനെയല്ല. ഇൻസാനും ലൈസ ബികാത്തിബിൻ, മനുഷ്യവർഗത്തിൽ നിന്നും ഒരാളും തന്നെ എഴുതുക എന്നുള്ളത് ഇല്ലാതെയായിട്ടില്ല. അപ്പൊ അതിനെ യുനാഖിദു നഖൽ ചെയ്യുക കുല്ലു ഇൻസാൻ കാത്തിബുൻ എന്നുള്ളതാണ്. അതിനെ നേരിട്ട് എടുക്കുക, എല്ലാ ഇൻസാനും എഴുതുന്നതാണ്. ഇവിടെ ജുസിയുമുണ്ട്, ഒക്കെയുണ്ട്. ഒക്കെ കൂട്ടി കിട്ടിയാൽ കിട്ടുന്ന സാലിബ കുല്ലിയായിരിക്കും. അതവിടെ ചെയ്തു. അപ്പോ അക്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞ ഉദാഹരണം അക്സിന് മുമ്പ് പറഞ്ഞുള്ള ഉദാഹരണമാണ്. സയ്യിദുൻ കാത്തിബുൻ ഔ ഇൻസാനും കാത്തിബുൻ. അപ്പൊ യുനാഖിദു ലാ ശൈഅൻ, ഇത് മുസ്ബത്തായി പറഞ്ഞു. ആദ്യം പറഞ്ഞില്ലേ, മുബഹമായതോ മുഅയ്യനായ രൂപത്തെ വാദിച്ചു ഇസ്ബാത്ത് കൊണ്ട് അല്ലെങ്കിൽ നഫി കൊണ്ട്. എന്നാൽ ഇസ്ബാത്ത് കൊണ്ട് നേടിയിരിക്കും, ആമാ നഫി കൊണ്ട് നേടിയിരിക്കുന്നു. അപ്പൊ നോ സയ്യിദുൻ കാത്തിബുൻ ഔ ഇൻസാനും കാത്തിബുൻ എന്ന് പറഞ്ഞപ്പോ നേടിച്ചത് ലാ ശൈഅൻ ഇൻസാൻ എന്ന നഫി കൊണ്ടല്ലേ നേടിച്ചത്. സയ്യിദുൻ ലൈസ ബികാത്തിബിൻ ഔ ഇൻസാനും ലൈസ ബികാത്തിബിൻ എന്നതിനെ നേടിച്ചത് കുല്ലു ഇൻസാൻ കാത്തിബിൻ എന്നുള്ള ആമായി ഇസ്ബാത്ത് കൊണ്ടുമാണ്. അപ്പൊ അതിന്റെ അക്സ് എങ്ങനെ എടുക്കണം? ഇനി അക്സ് എടുക്കണം. ആ അക്സ് നമ്മൾ എടുത്ത് എടുത്തിട്ട് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. ഇവിടെ ഈ വിഷയം തീർന്നു. ഖവാദിഹാണ് നമ്മൾ എണ്ണി വരുന്നത്. ഒന്ന് കഴിഞ്ഞു. ഇനി മറ്റൊരു ഇനമാണ് ഇല്ലത്തിന് പറ്റൂല എന്നതിലുള്ള മോശമായി വരുന്ന മറ്റൊരു കാരണമുണ്ട്. കസ്ർ എന്ന് പറയുന്ന സാധനമുണ്ട്. കസ്ർ അത് എന്താണെന്നും എന്താണ് അതിന്റെ വിവക്ഷയെന്നും അതെങ്ങനെ മോശമാകുക എന്നുള്ളതും ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നേരത്തെ ക്ലാസ് എടുത്ത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പല തിരക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നേരത്തെ ക്ലാസ് എടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.